ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ മുന്നേ ഡോക്ടർ മനോജ് ജോൺസൻ്റെ ഒരു ഫേസ് പാക്ക് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് ട്രൈ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയതായിട്ടും പറഞ്ഞിരുന്നു. പക്ഷേ അതേ സാധനം തന്നെ നമ്മൾ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനേക്കാളും അടിപൊളി റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസാണ്. ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്താൽ മുഖത്തിന് നല്ലൊരു തിളക്കവും നിറവും കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് വീഡിയോ കാണാം. നമുക്ക് ആദ്യം വേണ്ടത് ശർക്കരയാണ് കേട്ടോ. ഇത് ശർക്കര പൊടിച്ചതാണ്. ഈ ശർക്കര പൊടിച്ചതും ഒരു ഗ്ലാസ് പാലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തയ്യാറാക്കി വെക്കുക. അതിനുശേഷം ഇത് രണ്ടും കൂടിയിട്ട് നല്ലൊരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കിയ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു ശർക്കര എന്ന് പറഞ്ഞാൽ ഒരു 2 അച്ചെല്ലാം മതി. അത് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നല്ല പൊടിയായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അന്ന് നമ്മളിത് തയ്യാറാക്കിയ സമയത്ത് ഇത് കുറച്ചൊന്ന് കട്ടി കൂടി പോയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങനെ അല്ലാണ്ട് നമുക്ക് കുറച്ചൊരു ചെറിയൊരു മാറ്റം വരുത്തുക എന്നാണെങ്കിൽ അതിനേക്കാളും അടിപൊളി റിസൾട്ടും ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിനി നമ്മൾ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് ചൂടാക്കണ്ട, ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് മെല്ലെ ഇതൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ അന്ന് നമ്മൾ കുറുക്കിയെടുക്കിയ സമയത്ത് കുറച്ചൊന്ന് കൂടുതലായിട്ട് കുറുക്കിയെടുത്തത് കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് ഒന്നും ഇല്ലാണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇതൊന്ന് തയ്യാറാക്കാം. ഭയങ്കര ഈസിയാണ്. ഈ 2 സാധനം മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ട് വേണ്ടൂ. ശർക്കരയും പാലെല്ലാം അധികം എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് കൈവിടാണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ചെറിയൊരു തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പാലിലേക്ക് നമ്മുടെ ശർക്കര നന്നായി അലിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇത് ഇതുപോലെ ആയിട്ട് വരും. അപ്പോൾ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമുക്കിനി ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് ഇത് ചെറുതായിട്ടൊന്ന് വറ്റി വരും. അപ്പോൾ അധികം അങ്ങ് കുറുകി ടൈറ്റായി പോകാൻ പാടില്ല. ആദ്യത്തെ പോലെ ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂട് തണിയാൻ വേണ്ടിയിട്ട് വെക്കുക. നല്ലോണം ചൂടാറണം. ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് അപ്ലൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ചൂടാറുന്നേരം കുറച്ചും കൂടി ടൈറ്റാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവാകുന്ന സമയത്ത് നമ്മളിത് ഓഫ് ചെയ്താൽ കറക്റ്റ് പരുവത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാന്നാണെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ടൈറ്റാവും. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് വേണം നമ്മൾ ചൂടാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ചൂട് നന്നായി പോയതിന് ശേഷം മുഖം ഒന്ന് കഴുകി വൃത്തിയാക്കി തുടക്കുക. കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഫേസ് പാക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മളെ ഫേസിൽ നല്ലൊരു ഗ്ലോ കിട്ടാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇത് തേച്ച് കൊടുക്കുക. നമ്മൾ സർക്കുലർ മോഷനിൽ വേണം ഇത് ഫേസിലേക്ക് തേച്ച് കൊടുക്കുക. നമ്മൾ ഏതൊരു ഫേസ് പാക്ക് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു 10-15 മിനിറ്റ് നമ്മൾ ഫേസിലേക്ക് വെക്കുക. 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം സാധാരണ വെള്ളത്തിൽ ഇതൊന്ന് കഴുകിക്കളഞ്ഞാൽ മതി. വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൽ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടാക്കുന്ന ആകെ 2 സാധനമേ ഉള്ളൂ. അങ്ങനെ അലർജി എല്ലാം ഉണ്ടാവുമോ എന്നുള്ള പേടിയെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് വൈറലായ ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ അത്രയും വൈറലാവണമെങ്കിൽ തന്നെ അതിന് എന്തെങ്കിലും ഗുണം ഇല്ലാണ്ടിരിക്കില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതിതാ നമ്മളിങ്ങനെ കഴുകിയെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നല്ലൊരു നിറം കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. പിന്നെ ഇത് തയ്യാറാക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അധികം ടൈറ്റായി പോകാണ്ട് ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് അത് രണ്ടും ഒന്ന് വറ്റി വരുന്ന സമയത്തൊന്ന് ഓഫാക്കി കളയണം. അപ്പോൾ ഇത് ഈ ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കമൻസ് എല്ലാം വായിച്ചിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ കഴുകി തുടച്ചെടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ഗ്ലോ ഉണ്ടാവും. പക്ഷേ അത് ഒരു 24 hours മാത്രമേ കേട്ടോ ഈ ഒരു ഗ്ലോ നിൽക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതങ്ങനെ ഒരു മാസത്തിൽ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തന്നെ മുഖത്ത് നല്ലൊരു ഗ്ലോ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.